Southbound 20 there. They're maintenance all over friggin' 26 straight through to 30. And more, appreciate it. It's pretty quiet right now. I like that idea. South 20 Bravo. South at 24. Signal 623. South 20. Voltage 20 മുതൽ ഏകദേശം ഒരു 25 ടോപ്പ് വരെ വെറുതെ ഒന്ന് റെക്കോർഡ് ചെയ്യാന്ന് വിചാരിച്ചു. കൊള്ളാം. വഴിയില്ല, റോഡില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് രസം. അഡ്വഞ്ചറസാണ്, നട്ടല് പരിപ്പാവണ വഴിയാണ്, എന്നിരുന്നാലും ഒരു രസം. കാണണ്ടേ ദുനിയാവിൽ ഇങ്ങനെയൊക്കെ പല സാധനങ്ങളുള്ളതല്ലേ. കുറച്ചുകൂടെ നിൽക്കുവാൻ at the bottom of 24.
പിണ്ണാക്കുന്ന ഉള്ള മൂച്ചിൽ ചവിട്ടി കയറാൻ പറ്റണം. അതിനിടയ്ക്ക് ആരുണ്ട് ഇവിടെ വളവുകൊണ്ട് വെച്ച് യഥാർത്ഥത്തിൽ കരിമില്ല. അത് ആ മൂച്ചിൽ അത് കയറിയില്ല പണിപ്പാണ്. ാക്കിയാലോ? അപ്പൊ എല്ലാ ഭക്തജനങ്ങൾക്കും ഇതെന്റെ ബ്ലോഗായിട്ട് കാണും. അഭിനയിക്കാൻ അറിയാതെ തന്നെ മുഖം കാണിക്കുന്നില്ല. ഇതൊക്കെ കാണാനെ കൊണ്ടല്ലേ നമ്മൾ കുറ്റിപ്പറിച്ച് ഇങ്ങനെ കാനഡയിലേക്ക് വന്നത്. North, 22. 22 south, loaded. Two loaded, sir?
വലിയ കയറ്റമൊന്നുമല്ല, പക്ഷെ ടയറ് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ പണി പോകും. പിന്നെ അങ്ങോട്ട് കയറില്ല, പിന്നെ നമ്മൾ കെട്ടി പിടിക്കുന്നു. ബാക്കപ്പ് അടിക്കാനും നിർത്തിയില്ല. കാരണം വെച്ചാൽ ബി ട്രെയിൻ ആയതുകൊണ്ട് വളവിലും തിരിവിലും ബാക്കപ്പ് അടിച്ച് അടുത്ത കാലത്ത് എത്തൂല. ഒരു ട്രെയിലർ വേറെ വഴിക്ക് പോകും, മറ്റേ ട്രെയിലർ മറ്റേ അതിൻ്റെ വഴിക്ക് പോകും. രണ്ടും കൂടി നമുക്ക് വഴി തരും. ഇവിടെ തെറ്റി ചെയ്യും. വീഡിയോയിൽ ഇത് കംപ്ലീറ്റ് നേർവഴിയായിട്ട് കാണൂലേ? കംപ്ലീറ്റ് കേട്ടാ I'll go out there now, Cody. അങ്ങനെ ഇവിടെ ഒരു കയറ്റത് അയാളാണ് പോകട്ടെ. കഴിഞ്ഞിട്ട് നമുക്ക് കളിക്കാം. റണ്ണപ്പ് കിട്ടില്ല, ചെറുതും കൂടി അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു തടാകം. ഇന്നസെന്റ് പറഞ്ഞ മാതിരി ആരും മതിലൂടെ കൊണ്ടുവച്ചു. അതുപോലെ ആരും ഈ തടാകം അവിടെ കൊണ്ടുവച്ചു. കേട്ട മൂച്ചിനെ അങ്ങനെ മുഴുവനായിട്ട് വലിച്ച് അത് കയറി കഴിഞ്ഞാൽ രസാർന്നില്ല. ഇത് നല്ല വെളിച്ചമൊക്കെ ഉള്ളതുണ്ട്. മൊബൈല് സെല്ലോ ടാപ്പ് കൊണ്ട് ചില്ലിൽ പൊട്ടിച്ച് വെച്ചിട്ട് എടുക്കണ കലാപരിപാടിയാണ്. ഹാൻഡ് സ്പ്രേ ദേശി ജുഗ. Truck say 20 yards. 2022. Let us pick up coming. ഒരു വലിയ കയറ്റം കൂടി ഉണ്ട്. അത് ചാർലീസ് ഹിൽ എന്ന് പറഞ്ഞിട്ട് അത് കൂടി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു വലിയൊരു ഇറക്കം കൂടി. ഇത് രണ്ടും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറക്കാൻ വലിയ കഥയൊന്നുമില്ല. ബ്രേക്ക് വിട്ടിട്ടും വലിയ കഥയൊന്നുമില്ല. തെന്നി തെന്നി പോകും. അപ്പോൾ ബ്രേക്ക് ചവിട്ടേണ്ട അതിന് വിട്ടു കൊടുക്കും. ആ മൂച്ചിലങ്ങോട്ട് അതങ്ങോട്ട് ഇറങ്ങിപ്പോകും. ഇത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യണോ അതോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണോ? അതാണ് ഇപ്പം എൻ്റെ സംശയം. ഇൻ ദ ഡയറക്ഷൻ Down to a 10 zone here, guys. Copy that.
20 Alpha. South loaded. ഞാൻ റിമൂവ് ചെയ്തിട്ട് ഞാൻ വേറെ വല്ല സൗണ്ട് ട്രാക്കും കയറ്റി വിട്ടു. ഇത് വെറുതെ എന്തെങ്കിലുമൊക്കെ പറയണത്. 1 South, 20 Bravo. ബ്രാവോ കത്തി കയറി ചേട്ടാ. പിൻസോണൊക്കെ പോയി തിന്നിട്ട് കാര്യമില്ല. രണ്ട് വണ്ടികൾ തമ്മിൽ 300 മീറ്റർ ഡിസ്റ്റൻസ് വേണം. അപ്പം 300 ഇല്ലാന്ന് തോന്നുന്നുണ്ട്. അപ്പം അയാൾ സ്ലോ ആയി, ഞാൻ സ്പീഡിൽ വന്നു, 300 പോയി. കംപ്ലീറ്റ് വെള്ള പണ്ടാറ് കണ്ണടിച്ച് പോകും. Yeah, I've got a couple hundred. 1 South is 20. 3 North, 23. 25 പണി. ഇതൊക്കെ സമാധാനമുള്ള കലാപരിപാടിയാണ്. ഒക്കെ വലിയ കുഴപ്പമില്ല. 25 ചാർലീസ് ഹിൽ. അതൊരു ഹിൽ ഒന്നുമില്ല സംഗതി. നമ്മൾ ചവിട്ട് കുറയ്ക്കരുത്. നമ്മുടെ നാട്ടില് തടിലോറി കയറ്റിട്ട് തടി കയറ്റിട്ട് റബ്ബറിന്റെ അതൊക്കെ കയറ്റിട്ട് ഒരു ഓളത്തില് പോണുണ്ട്. ആ ഒരു ചേല് പിടിച്ചാൽ മതി. അമേരിക്കയിലും കാനഡയിലൊക്കെ വന്നിട്ട് ട്രക്കിംഗ് ആണ് കോപ്പാണെന്നും പറഞ്ഞൊക്കെ കുറെ വീഡിയോ കാണാറുണ്ട്. മഞ്ഞിനോട് മല്ലടിക്കുന്ന മലയാളികൾ, പിന്നെ അമേരിക്കയിലെ ശവക്കുറമ്പ്, ഇതൊക്കെ ആയിട്ട് കുറെ വീഡിയോസ്. ഞാൻ 18 വീലർ ട്രക്കാണ് പറഞ്ഞൊരു ബ്ലോഗറുണ്ട്. അത് കണ്ടിട്ടാണ് ഈ ചിരിച്ചിട്ട് കണ്ടുപോകും കണ്ടുകൂടാ. പണ്ടാണ് അങ്ങനെ എൻ്റെ അനിയൻ്റെ ഒരു ദിവസേ രാവിലെ തന്നെ ആ വീഡിയോയുടെ ഇതെടുത്തിട്ട് എൻ്റെ വാട്സപ്പിൽ ഇതൊക്കെയാണ് നീ ചെയ്യണത് ചോദിച്ചിട്ട് അന്ന് പണ്ടാറടങ്ങാനായിട്ട് 3 തവണ ചെയിനപ്പ് ചെയ്തത്. 3 തവണ. അത് ആ ചെക്കൻ വെറുതെ ചെയിനെടുത്ത് കുറഞ്ഞിട്ട് മിണ്ടാണ്ട് കയറ്റി വെക്കണു. ബാക്കിയുള്ളവർ ഈ സാമാനം അതാ സിംഗിള്. ഇത് ഞാനിടണത് 3 ട്രിപ്പിളാണ്. കട്ടം ഇവിടെ മുടങ്ങിപ്പോയി. അതിലൊക്കെ ഞാൻ അവരോട് പറഞ്ഞത് വീഡിയോകൾ ഇട്ടില്ലേ, കുറേ ഉടായ്പാണ്. പണ്ട് നമ്മുടെ നാട്ടില് കണ്ടിട്ടുണ്ടാവും വലിയ തടി, അത് വെട്ടിയും കണ്ട് അപ്പുറത്തും ഇപ്പുറത്തും വടം വെച്ച് കെട്ടി അതിന്റെ മേപ്പെട്ടൊരു ലൈറ്റും കത്തിച്ച് വെച്ച് ആ അപ്പുറത്തുള്ള കക്കൂസിന്ന് എടുത്തിട്ട് കപ്പ് കൊടുത്ത് കമത്തി വെച്ചിട്ട് എന്നിട്ട് ഐഡിയ ഇല്ലാണ്ട് ഓടിച്ചിട്ട് വരുന്ന ഡ്രൈവർമാര് നമ്മുടെ നാട്ടിലുണ്ട്. ഇതാണ് മോനെ കയറ്റം 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 കയറ്റം. തെന്നരുത് 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 എന്നാണ്ട് പോകും. മത്തായിച്ച
ഞാനിതിൽ മത്തായച്ചനും മെൻഷൻ ചെയ്യുന്നു. മത്തായച്ചൻ ഇത് 2 കൊല്ലം ചെയ്തത്. 2 കൊല്ലം സമ്മതിക്കണ വല്ലാത്തൊരു മനുഷ്യൻ തന്നെ. 19 പൈസയായി ആ മനുഷ്യൻ. 50 പൈസയിൽ 2 തവണ ചെയ്തു. അപ്പോഴാണ് കുറെ എണ്ണം കിടന്നിട്ട് ചെയ്യിന് പറി വാങ്ങാത്തൊടി എന്നും പറഞ്ഞിട്ട് ഇടങ്ങേറുണ്ടാക്കുന്നത്. നമ്മുടെ എൽദോനും ചെയ്തിട്ടുണ്ട്. എനിക്കറിയുന്ന അറിവില് മലയാളികള് 2 എണ്ണം ഇത് ചെയ്തത് എൻ്റെ അറിവില് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. സഹിച്ചാന്ന് ഞങ്ങൾ വിളിക്കുന്നതാണ്. ആളുടെ പേര് ഷൈജു മാത്യു എന്നാണ്. ആള് നമ്മളെ മരവട്ടിക്കായ പറയുന്ന മരവട്ടിച്ചാലി എന്നുള്ള ആളാണ്. എൽദോ അതുപോലെ തന്നെ പെരുമ്പാവൂർ ഭാഗത്തുനിന്നുള്ള ആളാണ്. അവനും മത്തായച്ചനും പിന്നെ ഇപ്പം ഞാൻ ആദ്യം ഞാൻ പോയി ചെയ്തത് ബുഷ് റോഡ്. അത് ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഈസിയാണ്. Sit tight there for a minute till I get to the 300. It's only a 10 zone here. Yeah, copy. അയാൾ 300 മീറ്റർ ഗ്യാപ്പിൽ എത്താണ്ട് എനിക്ക് ഇവിടെ നനങ്ങാൻ പറ്റില്ല. അതൊരു ലേക്കാണ്, ചെറിയ ലേക്ക്. South 20 Bravo. അടിയിൽ കാടും പടലയും പുല്ലൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് വെള്ളം അങ്ങനെ ഫ്രീസ് ആവില്ല, ക്രാക്ക് വരും. അതുകൊണ്ട് 10 പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാട്ടാ. ഞാൻ ആദ്യത്തെ വർഷമാണ്. ഇത് ആദ്യത്തെ അവസാനത്തെ ഇത് കഴിഞ്ഞു. ഞാൻ Okay, we just had a greater turnaround in front of us here. I take it we're going to the left. Yep, here to the left. All right, thank you, sir. ഈ കോപ്പന്മാര് പറയണത് പകുതി മുക്കാലും മനസ്സിലാവില്ല. ചെയ്താണ് വല്ല മലയാളത്തിലും പറഞ്ഞ പതുരി. ആകെ ഒരു കുഴപ്പമുള്ളൂ, റേഡിയോയില് കിടന്നിട്ട് ഇവിറ്റകൾ ചലിക്കണ ചില എനിക്ക് മനസ്സിലാവണില്ല പകുതി മുക്കാൽ. ചേട്ടാ എത്തിയില്ലേ? ഈ സാധനത്തിന് 10 കിലോമീറ്റർ സ്പീഡിലേ പോവാൻ പറ്റും. ഇതിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ആളുകൾക്ക് ഇത് ഒരു പ്രചോദനമാകുമെങ്കിൽ ആയിക്കോട്ടെ. ഞാൻ മാത്രം അനുഭവിച്ചാൽ പോരല്ലോ. ബോറിംഗ് ആണ് കേട്ടോ സംഗതി, മഹാബോർ. 2 തവണ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ 2 മാസം നമ്മൾ എന്നിട്ട് സെയിം കച്ചവടം തന്നെ ചെയ്തോണ്ടിരിക്കുന്നത്. എന്നാലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പക്ഷെ ഫാന്റാസ്റ്റിക് ആൻഡ് ബംബാസ്റ്റിക് പരിപാടിയാണ്. ഈ സാധനങ്ങളൊക്കെ തോണ്ടി പറിച്ച് കളഞ്ഞ് ഐസിന്റെ മാപ്പിട്ട് കൂടെ റോഡുണ്ടാക്കി തന്നില്ല. തൊട്ട് 36 മില്യൺ ലിറ്റർ ഡീസൽ വരെ 3 മൈലിലേക്കായിട്ട് എത്തും. ആലോചിക്കേ. 3 north 24. 1 south 24. 300. നമ്മൾ 300ന്റെ ഒരു സൈൻ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ പിന്നില് വണ്ടി ഉണ്ടെങ്കിൽ അവർക്ക് ഞാൻ 300 എത്തി എന്ന് പറയാൻ
പറ്റില്ല. 300 മീറ്റർ ആയി എന്ന് പറയാനായിട്ട്. You're playing truck, come with the words radar. You want to keep to your right? My right? Okay. Yes, sir. ഒരുത്തം വരുന്നുണ്ട് അവിടെ നിന്ന്. 24 വിളിച്ച് പറഞ്ഞ കേട്ടോ. ഏതെങ്കിലും വളവിൽ വന്നിട്ട് കൊണ്ടാറങ്ങാം. വാക്കറിയാം. ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിക്കാനുള്ള വകുപ്പില്ല കേട്ടോ മക്കളെ. ഞാൻ ചില്ലും മുട്ടിച്ച് വെച്ചേക്കുക. ക്യാമറയുടെ മറ്റേ കവറ് ചില്ലും മുട്ടിച്ച് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ക്യാമറ വെച്ചിട്ട് ഇപ്പോൾ റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുന്നത്. വീണ്ടും കരിമല കയറ്റം Forecast 21 pickup. Needing traffic as well. Copy that. Another 10 zone green when you come in. Yes, sir. വീണ്ടും ഒരു 10 സോൺ. Hey, man, you copy? Sub 28. Hey, man, you copy? ആ നേരെ കാണുന്ന ഹില്ലാണ് ചാർലി ഹിൽ. ഇത്ര വലിയ മലയൊന്നുമല്ല, എന്നിരുന്നാലും വണ്ടിയുടെ മൊമെന്റം പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു കച്ചവടം നടക്കില്ല. ആ ഒരു ആട്ടത്തിന് കയറിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ. മിനിഞ്ഞാന്ന് എവിടെ നിൽക്കണാവോ കംപ്ലൈന്റ് വരുന്നത്. ഒരു ഇച്ചിരിയില്ലാത്തൊരു കലിക്കിന്റെ കയറ്റം വരുന്നൊരു കയറ്റം. നേരെ വന്ന് ഞാനൊരു 2 കിലോമീറ്റർ മുപ്പാടെ വണ്ടി എടുത്തോളൂ. ചെറിയ ഡ്രാഗിങ് ഫീൽ ചെയ്തിട്ടുണ്ടാവും വീലുമ്പോൾ. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു വാണിംഗ് വന്നു. ട്രാൻസ്മിഷൻ Guys, I'm going to stop at that sugar shack just for a minute. Yeah, me too. I have to stop. And for. അപ്പോൾ ഷുഗർ ഷാക്കിൽ നിർത്തുന്നുണ്ട്. ഓക്കെ. Sammy, you copy that? Yeah, copy. I'm going where you're going. അത് കഴിഞ്ഞ് ട്രാൻസ്മിഷൻ ലോ എയർ വാണിംഗ് വന്നു. ഏതും കയറിക്കൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ വണ്ടി ഒരു ടയറൊന്ന് സ്പിന്നായി. ഇതേ കിടക്കണം. അവിടെ നിന്ന് വണ്ടി കയറിയില്ല. പിന്നെ വണ്ടി വന്ന് കെട്ടി വലിക്കേണ്ടി വന്നു. വേറെ ഒന്നും നോക്കിയില്ല.
ഒരു ആട്ടവും ആ സ്പീഡും നിന്ന് പോയാൽ അത് പോയി. പിന്നെ ഒരു കഥ നടക്കും. 3 north, 25. കയറി ചേട്ടാ കയറി. ചേട്ടൻ ആദ്യം കയറി, അത് കഴിഞ്ഞ് ഞാൻ കയറി. ആ ചേട്ടൻ അറ്റത്ത് കയറി പോകുന്നുണ്ട്. കാര്യം കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. മൊബൈൽ അത്ര ഗുണമുള്ളതല്ല, അതുകൊണ്ടാണ്. ചെറിയ കയറ്റത്തിൻ്റെ ഒരു ഘടന വലിയ സ്പീഡ് കൂട്ടി കൂട്ടി കഴിച്ചാൽ എനിക്ക് പഠിക്കും. വീടിനെ പറ്റും മാത്രമേ ഞാൻ നോക്കില്ല. So where does this Cambrian Fruit run? 3 north in the 25 rest area. 2 loaded south, 27. പാളിന്നോട്ടെ വിചാരിച്ചേ. ടയർ ഒന്ന് തിരിഞ്ഞു, ഒന്ന് പേടിച്ചു. അൽഹംദുലില്ലാ, പടച്ചോൻ കാത്തു. Pickup north 123. ഇതിപ്പോ ഭയങ്കര വലിയ വീഡിയോ ആയില്ലോ അല്ലേ? ആരെങ്കിലൊക്കെ കാണുന്നത് കണ്ടാൽ മതി. വെറുതെ ഒരു തമാശക്ക് വിട്ടാട്ടാ. എനിക്ക് വീഡിയോ വ്ളോഗ് ക്ലിക്കൊന്നും ചെയ്യാൻ എനിക്ക് അറിഞ്ഞൂടാ. ഞാനിപ്പോൾ ഇതാണ് ഐസ് റോഡിലുള്ള ഒരു ചെറിയൊരു കലാപരിപാടി എന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഒരു തോന്നൽ തോന്നിപ്പിച്ച് ചെയ്താട്ടാ. ക്ഷമിക്കുക, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ ക്ഷമിച്ചു എന്നൊരു വാക്ക്. ഇതൊരു ചെറിയൊരു റെസ്റ്റ് ഏരിയ. ഇവിടെ ഒരു ചെറിയൊരു കക്കൂസൊക്കെ ഉണ്ട്. പത്ത് മിനിറ്റ് ഒരു ബ്രേക്ക് ഇടാം. അതാണല്ലോ ഒരു മനോഹാരിത. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം. 33 മിനിറ്റും 47 സെക്കൻഡ്.